once again welcome back to Jeff and Joe Vlogs. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ഡോർ ആയിരുന്നു. അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജെഫ്രിയ എന്നാണ്. ഞാനൊരു ഡയറ്റീഷ്യനാണ്. ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ അതുകൂടാതെ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ കൂടെ നിങ്ങളിലോട്ട് എത്താനായിട്ട് പോകുന്നത്. അപ്പം വീടിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിനകത്തൂടെ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാൻഡ്സ്കേപ്പിംഗ് റിലേറ്റഡ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോസിനകത്തൂടെ കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. മോഡേൺ കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് GI പൈപ്പ് വെച്ചിട്ട് ആണ്. ഏകദേശം 50 mm തിക്നെസ് വരുന്ന പൈപ്പാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മെയിൻ ഗേറ്റും അതുകൂടാതെ ഒരു ചെറിയ ഗേറ്റുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വീട്ടിലോട്ടുള്ള പാത്വേ എന്ന് പറയുന്നത് ഏകദേശം 11 അടി വീതിയിൽ വരുന്ന ഒരു പാത്വേ ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നല്ല രീതിയിലുള്ള സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രിപ്പുള്ള ഇൻ്റർലോക്ക് ബ്രിക്കുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ക്ലൈമാറ്റിക്കൽ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പം എന്തുകൊണ്ടും ഇൻ്റർലോക്ക് ബ്രിക്കുകളാണ് മെയിൻ്റനൻസും അതുകൂടാതെ കോസ്റ്റ് വൈസും എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻ്റർലോക്ക് ബ്രിക്കുകളിലോട്ട് ചേഞ്ച് ചെയ്തത്. അതുകൂടാതെ നമ്മൾ രണ്ട് വശങ്ങളിലും നമ്മുടെ വീടിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും നമ്മൾ പേൾ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പം പേൾ ഗ്രാസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു പാത്വേയുടെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡറിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്റ്റൻഷൻ ഉള്ളിലൂടെ നമ്മൾ ഒരു സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ നമ്മുടെ ഗാർഡൻ ലൈറ്റ് ഇടുന്നതിനോടൊപ്പം ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇടുന്നത് വീടിൻ്റെ ലുക്ക് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ രാത്രിയിലത്തെ വ്യൂ ഈ ഒരു വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഫെൻസിങ്ങിനായിട്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന GI പൈപ്പാണ്. ഏകദേശം 20 mm തിക്നെസ് വരുന്ന GI പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒരു സെക്കൻഡറി കോൺട്രാക്റ്റ് പോലെയാണ് ചെയ്തത്. വീടും അതുകൂടാതെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ പ്രൈമറി കോൺട്രാക്റ്റ്. നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എക്സ്റ്റേണൽ വർക്കും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ലേബർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 2 months മുകളിലായി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പേൾ ഗ്രാസ് വിരിച്ചിട്ട്. അപ്പം ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓവറായിട്ട് ചെടികൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ മിനിമലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും പേൾ ഗ്രാസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്ന പീസ് ലില്ലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാസൊക്കെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസർച്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഗ്രാസ് അവൈലബിൾ ആണ്. മെക്സിക്കൻ ഗ്രാസ്, ബഫലോ ഗ്രാസ്, പേൾ ഗ്രാസ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് മെയിൻ്റനൻസ് ഈസി ആയിട്ടുള്ള ഗ്രാസാണ് പേൾ ഗ്രാസ്. അതായത് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ വരുന്ന ഇടുക്കിയാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പും മഴയുള്ളപ്പോൾ നല്ല രീതിയിൽ മഴയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമറ്റിൽ ഈ പറഞ്ഞ പോലെ ബഫലോ ഗ്രാസോ അല്ലെങ്കിൽ മെക്സിക്കൻ ഗ്രാസോ ആണെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഗറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. നമുക്കപ്പം മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം 4000 square feet നമ്മൾ പേൾ ഗ്രാസ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിന് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 lakhs ആണ്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം
15 ഫീറ്റ് ഹൈറ്റിലോട്ട് ഉയർത്തിയിട്ടാണ് ഈ ഒരു വീട് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് എക്സ്റ്റേണലായിട്ട് ഏകദേശം 200-ന് മുകളിൽ ലോഡ് മണ്ണ് ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ കരിങ്കല്ലിൽ കെട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രത്തോളം ഹൈറ്റിൽ ഉയർത്തിയിരിക്കുന്നത്. പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഒരു ബെനഫിഷ്യലായിട്ട് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമൽ മുറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഇലകളും കാര്യങ്ങളൊക്കെ വീഴുമ്പം ഡെയിലി ബേസിസിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതേസമയം പേൾ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൃത്തികേട് നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. നമുക്കൊരു വീക്ക്ലി വൺസ് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി ഈ പേൾ ഗ്രാസിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമേ തന്നെ ഇതേപോലെ തന്നെ പേൾ ഗ്രാസ് ഒക്കെ ചെയ്യുന്ന, അതായത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന വേറൊരു കമ്പനിയായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം 30 സെൻറ്റോളം വരുന്ന ഒരു ലാൻഡാണ്. ഈ ഒരു ഏരിയയിൽ ഏകദേശം 4000 സ്ക്വയർ ഫീറ്റോളം ഈ ഗ്രാസ് വിരിക്കാനായിട്ട് ഏകദേശം 2 ലാഖിന് മേളിൽ എമൗണ്ടും, അത് കൂടാതെ തന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ലേബറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഗ്രാസിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഗ്രാസ് നമ്മൾ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. ഒരുപാട് ബഫലോ ഗ്രാസും അതുകൂടാതെ തന്നെ പേൾ ഗ്രാസും കൊടുക്കുന്ന കമ്പനി തൃശ്ശൂർ ബേസിസിൽ അവൈലബിൾ ആണ്. ഗ്രാസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പേൾ ഗ്രാസിന് മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. നമ്മളിപ്പം നട്ടതിന് ശേഷം ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമാണ് വാട്ടറിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഈ ഒരു ഡിസംബർ ജനുവരി സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ഗ്രാസ് നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലുള്ള വാട്ടറിങ് പ്രോസസ്സ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് നടീൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഇത് പ്ലാന്റ് ചെയ്ത പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറയാം. നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി പുറത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണാണ് ഇട്ട് ഈ ഒരു രീതിയിലോട്ട് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അധികം കളകളോ വീഡ്സോ ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള മണ്ണായിരുന്നു. ഇനിയിപ്പം നിങ്ങളുടെ ഒരു ഏരിയ, അതായത് നിങ്ങളിപ്പം പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ കളകളൊക്കെ വളരുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും നമ്മൾ ഈ ഒരു പേൾ ഗ്രാസ് നടുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് കളനാശിനി അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലുപൊടി വിതറുന്നതും വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്തില്ല, കാരണം നമ്മുടേത് കുറച്ചുകൂടി ഒരു നല്ല ഒരു ക്വാളിറ്റി ഓഫ് സോയിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്രാസ് കിട്ടുന്നത് മാറ്റ് ഫോമിലാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏകദേശം 15 ഫീറ്റ് വരുന്ന മാറ്റായിട്ടാണ്. നമുക്കായിരിക്കുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 17.5 രൂപ, അതായത് ആ ഒരു റേറ്റിലാണ് നമുക്ക് ഈ പേൾ ഗ്രാസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പം റേറ്റും നമുക്ക് അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഓരോ സ്ഥലങ്ങളിലും പല റേറ്റാണ്. നിങ്ങൾ ഗ്രാസിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷം ഗ്രാസ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലൊക്കേഷനിലും ഈ ഗ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ഗ്രാസ് ഇറക്കി കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 1-2 ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു ഗ്രാസ് ജസ്റ്റ് മാറ്റ് പോലെ ആയതുകൊണ്ട് ജസ്റ്റ് വിരിക്കാനായിട്ട് വളരെ ഈസിയാണ്. അതൊരു ടഫ് പ്രോസസ്സോ കാര്യങ്ങളോ അല്ല. നമുക്ക് ഏകദേശം ഈ 4000 സ്ക്വയർ ഫീറ്റിൽ ഗ്രാസ് വിരിക്കാനായിട്ടും അതുകൂടാതെ തന്നെ ഗ്രാസിൻ്റെ കോസ്റ്റ് കൂടെ ഏകദേശം ആയിരിക്കുന്ന 80,000 റുപ്പീസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു ഹൈറ്റിൽ ഈ ഒരു രീതിയിൽ ഒരു ഫെൻസിങ് വരുന്നുണ്ട്. ഇത് കോൺക്രീറ്റ് ഫെൻസിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ കലാട്ടിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കുറച്ച് ഏരിയാസിൽ ഓർക്കിഡ്, പീസ് ലില്ലി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നട്ടിട്ട് ഏകദേശം 2 മാസം ആയതേ ഉള്ളൂ. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് പ്ലാന്റ്സ് എല്ലാം നട്ടത്. അതേപോലെ തന്നെ പേൾ ഗ്രാസ് നട്ടത് ഹൗസ് വാമിങ്ങിന് 1 വീക്ക് മുമ്പാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4-5 മാസം മുമ്പ് നട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രത്തോളം ഈ ഗ്രാസ് നല്ല രീതിയിൽ വളരാനായിട്ടും പ്ലാന്റ്സ് ആയാലും നല്ല രീതിയിൽ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നത് NPK എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസറാണ്. ഇത് എല്ലാ ഷോപ്പുകളിലും
അവൈലബിൾ ആണ്. ഇത് നമുക്ക് 2 ലിറ്റർ വെള്ളത്തിനകത്ത് ചെറിയൊരു ക്വാണ്ടിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന്. അത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വളവും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രാസ് ഉള്ള ഏരിയ നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം 3/4 ഇഞ്ച് വീതി വരുന്ന പൈപ്പാണ്. അപ്പം പൈപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിലുള്ള ഏരിയയിലാണെങ്കിൽ പൈപ്പ് അവിടെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൈപ്പിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ വീടിനകത്ത് കുറച്ച് ഇൻറ്റേർണൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്തിരിക്കുന്നത് ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിൽ നിന്നാണ്. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിന് നമ്മുടെ വീട്ടിലെ ലൊക്കേഷനിൽ ഡെലിവറി ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് നല്ല സേഫായിട്ട് ഡെലിവർ ചെയ്ത് കിട്ടി. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പ്ലാന്റ്സൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള 1-2 ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിച്ച്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നാച്ചുറൽ പ്ലാന്റ് യൂസ് ചെയ്യണം എന്നത് നമ്മുടെ 2 പേരുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. ഒരുപാട് പേരുടെ ഹോം ടൂർ വീഡിയോ ഒക്കെ കാണുമ്പം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന എല്ലാ ഏരിയാസിലും ഗാർഡൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഗാർഡൻ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ പാത്ത് വേയിൽ നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. സ്ട്രിപ്പ് ലൈറ്റ് ഏകദേശം വാം കളറിലാണ് വരുന്നത്. ഇതും രാത്രിയിൽ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഗാർഡൻ ലൈറ്റുകൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആർക്കെങ്കിലും ഗാർഡൻ ലൈറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പേൾ ഗ്രാസ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. പേൾ ഗ്രാസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ ഈസിയാണ്. മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വളരത്തുമില്ല. നമ്മുടെ ലാൻഡിൽ പറ്റിയാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ നമുക്ക് സേഫായിട്ട് ഈ പുല്ലിനകത്തൂടെ നടക്കാനോ ഇരിക്കാനോ അല്ലെങ്കിൽ ഈവൻ ഒരു പാർട്ടിയൊക്കെ നടത്താനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ പറഞ്ഞ പോലെ പാമ്പ് അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ ഇതിനകത്ത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അഥവാ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി കുറച്ച് ആളുകൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഫിനിഷാണ്. ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ്. നല്ല വീതിയുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമൽ സ്റ്റെപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല വീതിയുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റെപ്പും അതിനുശേഷം ഒരു ലാൻഡിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ലാൻഡിങ് ഏരിയയിൽ നമ്മളൊരു സിറ്റ് ഔട്ട് ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ആ ഒരു ഏരിയയിലും ലാഡർ ടൈപ്പ് സ്റ്റാൻഡ് കൊടുത്തിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഗ്രീനറി കൊടുക്കാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികളോട് സ്നേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പരമാവധി നമ്മുടെ വീട്ടിൽ നാച്ചുറൽ പ്ലാന്റ് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തും അതുകൂടാതെ തന്നെ ഇപ്പോൾ ഫ്ലവറൊക്കെ ഇടുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷം അതുകൂടാതെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ കുറച്ചുകൂടെ നമുക്ക് എൻഗേജ്ഡ് ആകാനായിട്ടും അതുകൂടാതെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിനകത്ത് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ പുതിയ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ വീടിന് ഒരു കുറച്ചുകൂടി ലുക്കൊക്കെ കൂട്ടാൻ വേണ്ടി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ ആൻഡ് ദിസ് ഇസ് ജെഫ്രിയ. ബൈ.